ബംഗാൾ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇനി ഏതാനും ആഴ്ചകൾ മാത്രമാണ് ശേഷിക്കുന്നത്. മുഖ്യമന്ത്രി മമതാ ബാനർജിയുടെ ദുർഭരണത്തിന് ബംഗാളിലെ ജനങ്ങൾ അവർ രേഖപ്പെടുത്തുന്ന വോട്ടുകളിലൂടെ തന്നെ കണക്ക് ചോദിക്കും എന്നതാണ്. മാത്രമല്ല, ഇതാകട്ടെ ഇപ്പോൾ BJPക്ക് അനുകൂലമായിട്ടുള്ള കാറ്റ് തന്നെയാണ് അവിടെ ബംഗാളിൽ വീശുന്നത് എന്നതാണ് BJP നേതാക്കൾ ഒന്നടങ്കം വിശ്വസിക്കുന്നത്. മാത്രമല്ല, കഴിഞ്ഞ ദിവസത്തെ പ്രധാനമന്ത്രിയുടെ സന്ദർശനവും വലിയ സ്വാധീനം വോട്ടർമാരിൽ ഉണ്ടാക്കാൻ സാധിച്ചു എന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ബംഗാളും മാറ്റത്തിന്റെ പാത ആഗ്രഹിക്കുന്നു എന്നതാണ് അവരുടെ ആവേശത്തിൽ നിന്നും വെളിവായിരിക്കുന്നത്. ഇക്കഴിഞ്ഞ ദിവസം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ ആകട്ടെ ബംഗാൾ സന്ദർശിച്ചിരുന്നു. പശ്ചിമ ബംഗാളിലെ പശ്ചിമ ബർധമാനിലും അതുപോലെ തന്നെ ഭീർഭൂമിയിലും നടന്ന തിരഞ്ഞെടുപ്പ് റാലിയിൽ അദ്ദേഹം മുഖ്യമന്ത്രി മമതാ ബാനർജിക്കും തൃണമൂൽ കോൺഗ്രസിനുമെതിരെ രൂക്ഷമായ വിമർശനമായിരുന്നു അഴിച്ചുവിട്ടത്. സംസ്ഥാനത്ത് BJP അധികാരത്തിൽ വരുമെന്നും അഴിമതിക്കാർക്കെതിരെ കർശനമായ നടപടിയെടുക്കുമെന്ന പ്രഖ്യാപനമായിരുന്നു അമിത് ഷാ നടത്തിയത്. അതേപോലെ തന്നെ മമതാ ബാനർജിയുടെ പാർട്ടി പിന്തുണച്ചിരുന്ന മൻമോഹൻ സിംഗ് സർക്കാർ പാകിസ്ഥാൻ സ്പോൺസർ ചെയ്യുന്ന ഭീകരവാദത്തിനെതിരെ കർശന നടപടിയെടുത്തില്ല എന്ന ആരോപണവും അദ്ദേഹം ഇവിടെ ഉന്നയിച്ചു. അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയായിരുന്നു: അവർ ഭീകരർക്ക് ബിരിയാണി നൽകി അവിടെ സൽക്കരിക്കുകയായിരുന്നു. എന്നാൽ പഹൽഗാം ആക്രമണത്തിന് ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓപ്പറേഷൻ സിന്ധൂർ പ്രഖ്യാപിക്കുകയും പാകിസ്ഥാനെ ഏറ്റവും വേദനിക്കുന്നിടത്ത് തന്നെ അവിടെ കനത്ത തിരിച്ചടി നൽകുകയാണ് ചെയ്തതെന്നും അദ്ദേഹം ഇവിടെ വ്യക്തമാക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അതേപോലെ തൃണമൂൽ കോൺഗ്രസിന് ജനങ്ങൾ ഇത്തവണ ടാറ്റ ബൈ ബൈ പറയുമെന്നും അദ്ദേഹം ഇവിടെ അവകാശപ്പെട്ടു. മമതാ സർക്കാരിനോട് വിട പറയാൻ ജനങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. BJP അധികാരത്തിലെത്തിയാൽ സംസ്ഥാനത്തെ അവിടെ വലിയ രീതിയിലുള്ള കട്ട്മണി ഇടപാടുകാരെ അവിടെ തലകീഴായി തന്നെ കെട്ടിത്തൂക്കി നേരെയാക്കുമെന്ന ഒരു മുന്നറിയിപ്പ് കൂടിയാണ് ഇപ്പോൾ അമിത് ഷാ നൽകിയിരിക്കുന്നത്. അതേസമയം BJP പ്രവർത്തകർക്ക് നേരെയുള്ള ആക്രമണങ്ങളിൽ TMC ഗുണ്ടകൾക്ക് അദ്ദേഹം കർശന മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഏപ്രിൽ 23-ന് വോട്ടെടുപ്പ് ദിനത്തിൽ TMC ഗുണ്ടകൾ വീടിനുള്ളിൽ തന്നെ ഇരിക്കുന്നു എന്നതാണ്, അല്ലെങ്കിൽ അവിടെ ഇരിക്കുന്നത് അത് തന്നെയാണ് അവർക്ക് നല്ലതെന്നതാണ് അമിത് ഷാ വ്യക്തമാക്കുന്നതും. അല്ലെങ്കിൽ മെയ് 4-ന് അവരെ ഓരോരുത്തരെയായി തന്നെ അവിടെ പിടിച്ചുകെട്ടി തങ്ങൾ ജയിലിലേക്ക് അടയ്ക്കുമെന്നൊരു മുന്നറിയിപ്പ് കൂടി നൽകുന്നുണ്ട്. ബംഗാളിലെ അവിടെ അനധികൃത നുഴഞ്ഞുകയറ്റം തടയുന്നതിൽ സംസ്ഥാന സർക്കാർ പൂർണ്ണമായും തന്നെ പരാജയപ്പെട്ടുമെന്ന കുറ്റപ്പെടുത്തലടക്കം നടത്തിയിരിക്കുകയാണ്. അതിർത്തിയിൽ വേലി കെട്ടാൻ മമതാ ബാനർജി ഭൂമി വിട്ടു നൽകുന്നില്ല എന്നും പകരം നുഴഞ്ഞുകയറ്റത്തിന്റെ പേരിൽ BSFനെ പഴിചാരുകയാണ് ചെയ്യുന്നതെന്നും നുഴഞ്ഞുകയറ്റക്കാരെ ഓരോരുത്തരായി തന്നെ കണ്ടെത്തി രാജ്യത്ത് നിന്നും പുറത്താക്കുമെന്നും ഇവിടെ വ്യക്തമായ ഒരു മുന്നറിയിപ്പ് നൽകുകയാണ്. സംസ്ഥാനത്ത് BJPയുടെ ഡബിൾ എഞ്ചിൻ സർക്കാർ അധികാരത്തിൽ വരുമെന്നും ബംഗാളിന്റെ സ്വന്തം മണ്ണിൽ ജനിച്ച മകൻ തന്നെയാകും അടുത്ത മുഖ്യമന്ത്രി എന്നും പ്രഖ്യാപിച്ചുകൊണ്ടാണ് അദ്ദേഹം ഈ ഒരു പ്രസംഗം അവസാനിപ്പിച്ചിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.